തിരുവനന്തപുരം നന്ദൻകോടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേവതി ബി ആർ ആണ്. നീർവീക്കം വല്ലതും ഉണ്ടോ? കാലിന് നീർവീക്കം വല്ലതും ഉണ്ടോ? ഉണ്ട്, ഒരു കാല് വണ്ണം കൂടിയിട്ടാണ്. അപ്പോ ക്രോണിക് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അമ്മ. അപ്പൊ ഇനിയിപ്പോ ആ കാലിന് നമ്മള് മരുന്ന് കഴിച്ചാൽ മാറാന്നുള്ള സ്റ്റേജ് കഴിഞ്ഞു പോയി. അപ്പൊ ഇനിയിപ്പോ ആ കാലിന് നമ്മൾ കെയർ കൊടുക്കുക, അത് മുറിവൊന്നും ഉണ്ടാവാതെ നോക്കുക, പിന്നെ അതിലുള്ള നഖമൊക്കെ നന്നായിട്ട് വെട്ടുക, കാലിന് ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം സോപ്പും വെള്ളം ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകുക. അങ്ങനെ ആ മടക്കിലൊന്നും ഇൻഫെക്ഷൻ, അതായത് മടക്കിലൊന്നും വെള്ളം കെട്ടി നിൽക്കാതെ ഈർപ്പം വരാത്തുള്ള രീതിക്ക് കാല് കെയർ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചൊറിച്ചില എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആന്റിബയോട്ടിക്കിന്റെ ക്രീം, പിന്നെ അതുപോലെ ചൊറിച്ചിലിനുള്ള ക്രീം അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ചിടുക. ഇനിയിപ്പോ അങ്ങനെ ഒരു കെയറിങ്, കാലിന് ഇത്രയും വീർക്കം വന്ന സ്ഥിതിക്ക് നമുക്കിനി ആ കാലിന് കെയർ കൊടുക്കാനേ പറ്റത്തുള്ളൂ. ക്രോണിക് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതുപോലുള്ള കെയർ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞു. ഇത് തന്നെ നമുക്ക് ഇപ്പോ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും സർജറി വഴിയോ അങ്ങനെ എന്തെങ്കിലും പരിഹാര മാർഗം കണ്ടെത്താൻ സാധിക്കും? നമുക്കിപ്പോ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നില്ല. ചില ആൾക്കാരിൽ അത് പ്രത്യേക സർജൻ കൺസെന്റ് എടുത്തിട്ട് സർജൻ നോക്കി ആ ഒരു രോഗിക്ക് അത് ആപ്റ്റ് ആണ്, ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി വ്യക്തമായ ഒരു ഇത് നോക്കി എടുത്താൽ മാത്രമേ സർജറി എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നമുക്ക് പോവാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. അതായത് എല്ലാവർക്കും അങ്ങനെ ഒരു സർജറി എന്ന ഓപ്ഷൻ നമ്മൾ ആരും എപ്പോഴും പറയത്തില്ല. ചില ആളുകളിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും കോമോർബിഡിറ്റീസ്, പഞ്ചസാരയുടെ അസുഖമുണ്ട്, നല്ല പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ, പിന്നെ അതുപോലെ ഹാർട്ടിന് പ്രശ്നമുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ആഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഒരിക്കലും സർജറി എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായാലും പ്രിഫർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഈ സർജറിയിലൂടെ ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ലിംഫ് സെൽസിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് നീക്കം ചെയ്യുകയാണോ? അങ്ങനെ എന്താണ് ചെയ്ത് കാണുന്നത്? ലിംഫ്, അതായത് കളക്ട് ആയിട്ടുള്ള ലിംഫ് വെസൽസിലെ ലിംഫ് നമ്മളത് എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്ത് അങ്ങനെ എടുത്ത് കളയുന്നത് കൊണ്ട് അത് ആ ഒരു ചുരുക്കം, സ്വെല്ലിങ് മാറണമെന്നില്ല. അത് കാരണം ആ റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ ഫ്ലൂയിഡ് വന്ന് പിന്നെയും കളക്ട് ആകാനുള്ള ചാൻസും ഉണ്ട്. ഇതിപ്പോ അന്നേ, അതായത് ഈ വിറയലോട് കൂടിയ പനി വന്ന സമയത്തെ നമ്മൾ പോയി രക്തം പരിശോധിച്ച് ഇതിന്റെ ആ ഒരു രോഗനിർണയം നടത്തി അപ്പോഴേ ഗുളിക കഴിക്കേണ്ട ഇതായിരുന്നു. അന്ന് ആ സമയത്ത് അങ്ങനെ കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കാല് നീർവീക്കം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു വെച്ചാ. ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇതിന് മരുന്ന് കഴിച്ച് നമുക്കിത് മാറ്റാൻ പറ്റത്തില്ല. കേൾക്കുന്നുണ്ടോ? മരുന്ന് കഴിച്ചു മാറ്റാവുന്ന ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് ആ നീർവീക്കം വന്ന കാലിന് നമ്മള് കെയർ കൊടുക്കാതെ ഇനി മുറിവോ ചതവോ അതിൽ നിന്ന് ഇനി ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഇതിന് ആ കാലിന് നമുക്ക് കെയർ കൊടുക്കാനേ പറ്റുള്ളൂ. ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം രണ്ട് നേരമായിട്ട് ആ സോപ്പും വെള്ളം ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകുക. കാല് മടക്കിൽ നീർക്കെട്ടോ അല്ലെങ്കിൽ നീര് പോലെ മടക്കിയില്ലെങ്കിൽ നീര് കിട്ടുക, അതായത് വെള്ളം ഈർപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിലോ അങ്ങനെ പൊട്ടി ഒഴുകുകയോ മുറിവോ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴത്തേക്കും അതിനായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്കിന്റെ ക്രീമുകളുണ്ട്, ക്രീം ഇട്ട് കെയർ ചെയ്യുക. പിന്നെ കാല് മുന്നോട്ടും താഴോട്ടും എക്സസൈസ് പോലെ പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം കാലിന് താഴോട്ടുള്ള ആ ഫ്ലൂയിഡ് അല്ലെ ലിംഫിന്റെ ഓട്ടം നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട്, മൊബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടെന്ന് നമ്മൾ പറയും. അത് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ സ്റ്റേജിൽ എത്തിയത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ പലപ്പോഴും ഇത് ആദ്യത്തെ സ്റ്റേജുകളിൽ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നതുകൊണ്ടും അല്ലെങ്കിൽ അത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ അതിന് പ്രത്യേക ചികിത്സ തേടാത്തതും ഒക്കെ ഈ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലേക്ക് ഈ രോഗം പോകാനിടയാകുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ 2 കോളുകളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്കിപ്പോൾ ഈ ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണല്ലോ. കാല് ചലിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മസാജിങ്ങോ അല്ലെങ്കിൽ ഇത്തരം കെയർ ഒക്കെ ചെയ്യുന്നത്
നമുക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യമാണല്ലേ? അതെ അതെ, അതിന് മിൽക്കിംഗ് ടെക്നിക്ക് എന്ന് പറയും നമ്മള്. കാല് അതായത് ക്രോണിക് സ്റ്റേജിൽ എത്തിയ ഒരാളുടെ കാലിനെ ആനയുടെ വലിപ്പം പോലെ ആയിരിക്കും. അത് കാണുമ്പോഴേ നമുക്കറിയാം ആനയുടെ കാല് പോലെ ഇത്രയും വീർത്തിങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര കട്ടിയുള്ളതായിരിക്കും. പുറമെ കട്ടി, ചില ആളുകളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. അവർക്ക് മുറിവ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ മടക്കുകളിലൊന്നും നമുക്ക് കയറി ഇങ്ങനെ ഉരയ്ക്കാനൊന്നും പറ്റത്തില്ല, മസാജ് കൊടുക്കാൻ പറ്റില്ല. അതൊരു സോഫ്റ്റ് മസാജ് ടെക്നിക്കിനാണ് മിൽക്കിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അത് താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്ത് വിടുന്നതാണ്. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ബ്ലോക്ക് ആയിട്ടുള്ള ലിംഫ് നോട്ട്സ്, ലിംഫാറ്റിക് വെസൽസിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. രണ്ടാമത്തതെന്ന് പറയുന്നത് ലിംഫാറ്റിക് കാല് ഇങ്ങനെ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കാലിനെ ചലിപ്പിക്കുക, മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ചലിപ്പിക്കുക. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മൂവ് ചെയ്യുന്നതും ഈ ഫ്ലോ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്.